UDFിൻ്റെ വിജയമായിട്ട് ഇത് കണക്കാക്കാൻ സാധ്യമല്ല. മറിച്ച് LDFിൻ്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും UDFിനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് UDFിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് UDFിൻ്റെ വിജയമല്ല, LDFിൻ്റെ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അൻവർ എന്നുള്ളതൊരു വ്യക്തിപരമായിട്ടുള്ളതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ആ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസം. ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് രണ്ടുപേരുടെയും പ്രചരണം ആൻറ്റി LDF ആൻറ്റി UDF ആയിരുന്നു. പിണറായി, അത് ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ ഒരു ഭാഷ ഞാൻ പറഞ്ഞല്ലോ, 75% പിണറായിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായ വ്യത്യാസം 100% പിണറായിയാണ് VD സതീശൻ. ആ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും 2 ദിവസത്തിനെതിരായിട്ടാണ് അയാൾ പ്രചാരണം നടത്തിയത്. ശരിയാണല്ലോ, എനിക്കല്ല, മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടതാണ്. സ്വാഭാവികം, അത് അദ്ദേഹമാണ് അതിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത്. അദ്ദേഹം എന്തെങ്കിലും അതിന് അനുകൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ BJPയുടെയും NDAയുടെയും സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കും.